രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പരിപാടി ചായക്കും കുടിക്കാനും വെള്ളം വെക്കലാട്ടോ. അതൊക്കെ കഴിഞ്ഞ് അരി അടുപ്പത്തിട്ട് പുറത്താണെങ്കിൽ നല്ല മഴ. മഴ നോക്കിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. മഴ നോക്കിന്നാലേ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ ദേ അടുക്കളയിലേക്ക് വന്ന് ഒരു കപ്പങ്ങ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞു. ദേ അടുപ്പത്ത് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ട്ടോ. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അത് ചതച്ചെടുത്തു. അതിനുശേഷം കുറച്ച് തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട് ട്ടോ. അങ്ങനെ ദേ അത് വെന്ത് വന്നപ്പോഴത്തേക്കും ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഉള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി. അതിനുശേഷം അതിനകത്ത് ചിരകിയ തേങ്ങയും ഇട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടോ. ദേ അങ്ങനെ കപ്പങ്ങ അതിൽ കൂടെ ഇട്ട് ഇളക്കി നല്ല മിക്സാക്കി എടുത്തു. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും ട്ടോ. അങ്ങനെ ഞാൻ ദേ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ ട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ തന്നെ ദേ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ബോട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ആ ബോട്ടി ഞാൻ ദേ കഴുകി വാരി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വാരി അടുപ്പത്ത് വെച്ചു ട്ടോ. അതിനകത്തേക്ക് വേണ്ട പൊടികളും ഇട്ടു. അതിനുശേഷം അത് വെന്ത് വന്നപ്പോഴത്തേക്കും ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളി മൂപ്പിച്ചു. അതിനകത്തേക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ച് നന്നായി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഇളക്കി എടുത്തിട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും എല്ലാം ചേർത്ത് മല്ലിപ്പൊടിയും ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തു. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് പെരുംജീരകം കൂടി ഇട്ടിട്ടോ. അത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ബോട്ടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടോ. കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നല്ല കൊതിയാവാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഇപ്പം തിന്നണം എന്ന് തോന്നേ. അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയാൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായി വേവിച്ചെടുത്ത കപ്പയാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കപ്പയിട്ട് ഇളക്കി എടുക്കുക. നന്നായി ഇളക്കി നല്ല കുഴ കുഴാന്ന് എടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേ കപ്പയും പോയിട്ട് റെഡിയായി.